Good morning. Good morning. Good morning. വിളിച്ചെന്തേലും പറഞ്ഞോ? ഇന്നലത്തെ റെക്കോർഡിംഗ് അയച്ചുതരാൻ പറ്റുമോ? എന്താണ് കേൾക്കാല്ലേ? ഇന്നലത്തെ റെക്കോർഡിംഗ് ഇല്ലേ, ആ അതൊന്ന് അയച്ചുതരാൻ പറ്റുമോ? കിട്ടിയിട്ടില്ലേ? ഞാൻ ഇന്നലെ എന്നെ ഐശ്വര്യ വിളിച്ചായിരുന്നു, അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഉണ്ടല്ലോ. മെയിൽ വന്നിട്ടില്ല. അതെയോ? ഞാനൊന്ന് നോക്കട്ടെ. നമ്മള് ലാസ്റ്റ് ഏത് ടോപ്പിക്കായിരുന്നു എടുത്തേ? സ്കോപ്പ് ഹോയിസ്റ്റ് ഒക്കെ അല്ലേ എടുത്തേ? അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ആരുണ്ടായിരുന്നു? രേഷ്മയല്ലേ? നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക് ഏതായിരുന്നു? ഹോയിസ്റ്റ്. ഹോയിസ്റ്റ്. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരാള് സ്കോപ്പ് ചെയിനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് നോക്കാം. ഓക്കെ, എല്ലാവരും ആയോ? ഓക്കെ. നമ്മൾ സ്കോപ്പ് ഓഫ് വേരിയബിൾ നോക്കിയല്ലേ? അതുപോലെ നമുക്ക് ഒരു കൺസെപ്റ്റാണ് സ്കോപ്പ് ചെയിനിങ്. ഓക്കെ, അപ്പം അതെന്താണ് സ്കോപ്പ് ചെയിനിങ്, എങ്ങനെയാണ് സ്കോപ്പ് ചെയിനിങ് വർക്ക് ആവുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു, അതാ നോക്കിയത്. ഓക്കെ, നമ്മളുടെ കയ്യിൽ അല്ല വേണ്ട, പുതിയത് തന്നെ ചെയ്യാം. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ ജസ്റ്റ് ആദ്യം നമുക്ക് എക്സാമ്പിൾ എഴുതാം. എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഫംഗ്ഷന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉള്ളതിന് ഇന്നർ ഫംഗ്ഷൻ, ഔട്ടർ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ഔട്ടർ ആണെന്നുള്ളത് പറയാണ്. ഔട്ടർ ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഔട്ടർ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് എ ഈക്വൽ ടു 23 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻ്റല്ല
വേറെ വേറെ അല്ലെങ്കിൽ ലെറ്റ്. ഓക്കെ, ലെറ്റ് എ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഓക്കെ, ഈ ഫംഗ്ഷൻ അതായത് ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്, ഇന്നർ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് ഇന്നർ ഫംഗ്ഷനാണ് ഔട്ടർ ഫംഗ്ഷനാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും ഒരു ഫംഗ്ഷനെയും കൂടെ ഡിക്ലെയർ ചെയ്തു. അതാണ് ഇന്നർ ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഇന്നർ ഫംഗ്ഷനകത്ത് ഈ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? എയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഈ എ മാത്രമല്ല, ഈ ലൂപ്പിന് പുറത്ത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന് പുറത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വേറെ ഒരാളെയും കൂടി ഡിക്ലെയർ ചെയ്യാണ്. ലെറ്റ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളുടെ കയ്യിൽ 2 പേരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പം ഞാൻ ഇനി ബീനെയും കൂടെ ഇവിടെ കൺസോൾ ചെയ്യിപ്പിക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗ് ബീനെയും കൂടെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷൻ വർക്ക് ആവണമെങ്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനെ ഞാൻ എവിടെയാണ് കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് കോൾ ചെയ്യുന്നത്. ഇവിടെയായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ഇന്നർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. ഇപ്പം എന്താണ്, ഇന്നർ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വർക്ക് ആവണമെങ്കിൽ എന്താവണം, ഔട്ടർ ഫംഗ്ഷനെ വിളിക്കണമല്ലോ. കാരണം നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും കാണില്ല. കാരണം മെയിൻ ആളേനെ വിളിച്ചിട്ടില്ല. മെയിൻ ആളെ വിളിക്കണം. മെയിൻ ആളുടെ അകത്തുനിന്ന് എന്ത് ചെയ്യണം, ഇന്നർ ഫംഗ്ഷനെ വിളിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഔട്ടർ ഫംഗ്ഷനെ പുറത്ത് വിളിച്ചു. ഔട്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഔട്ടർ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ ഫംഗ്ഷനകത്തേക്ക് കയറും. ഔട്ടർ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കാണ്. പിന്നെ ഒരു ഫംഗ്ഷനാണ്, അതിന് കോൾ ചെയ്യാത്ത കാരണം അത് വർക്കാവില്ല. പിന്നെ നെക്സ്റ്റ് ലൈനിൽ വന്ന് നോക്കുന്നത് ആ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും ആ ഫംഗ്ഷനിലേക്ക് കയറും. ആ ഫംഗ്ഷനകത്ത് കൊടുത്തേക്കുന്നത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എ ആണ്. എ എന്ന് പറയുന്നത് ഇതാണ് സ്കോപ്പ് ചെയിനിങ്. ഇവിടെയാണ് സ്കോപ്പ് ചെയിനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. എ ചെക്ക് ചെയ്യും, ഇന്നർ ഫംഗ്ഷൻ ചെക്ക് ചെയ്യും, സ്വന്തമായിട്ട് ഓണായിട്ട് എന്തുണ്ട് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ല, അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം എന്തും ഔട്ടർ ഫംഗ്ഷനകത്തേക്ക് പോകും. ഓക്കെ, ഔട്ടർ ഫംഗ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യും ഉണ്ടോന്ന്. ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ടർ ഫംഗ്ഷൻ്റെ എ എന്ന് പറഞ്ഞ വേരിയബിൾ, അതായത് 8 നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ കൺസോൾ ഡോട്ട് ബി ആ കൊടുത്തേക്കുന്നത്. അപ്പോഴും ചെക്ക് ചെയ്യും, സ്വന്തമായിട്ട് ഒരാളുണ്ടോ ബി എന്ന് പറഞ്ഞിട്ട്. ഇല്ല. അപ്പോൾ ഔട്ടർ ഫംഗ്ഷനിൽ ചെക്ക് ചെയ്യും, ഔട്ടർ ഫംഗ്ഷനിലും ഇല്ല. അപ്പോൾ നമ്മൾ ഗ്ലോബലായിട്ട് നോക്കും. ഇത് ഗ്ലോബലായിട്ടുള്ള വേരിയബിളാണ്. ഇത് ഗ്ലോബൽ വേരിയബിളാണ്. ഇതൊക്കെ എന്താണ്, ലോക്കൽ വേരിയബിളാണ്. ഇത് ലോക്കലി ആണ് ഇത് എന്ത് ചെയ്തേക്കുന്നത്, ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം. അപ്പോൾ ഇതെവിടെ സ്വന്തമായിട്ടില്ല, ഔട്ടർ ഫംഗ്ഷനിലില്ല. ഇനി ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെയും കൂടെ ചെക്ക് ചെയ്ത് അതിലൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് പുറത്ത് പോയി എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. സ്കോപ്പ് CH അല്ലേ സ്പെൽ ചെയ്തിട്ട്. കണ്ടോ, ഔട്ട്പുട്ട് കിട്ടി. ഇനി ഞാൻ പറയാണ്, ഇതാണ് സ്കോപ്പ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു എ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു എയും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലെറ്റ് എ ഈക്വൽ ടു 90 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വേറെ ഒരു ബിയും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലെറ്റ് ബി ഈക്വൽ ടു
7 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? സ്കോപ്പ് ഓഫ് ചെയിനിങ്ങിന്റെ കൺസെപ്റ്റ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതൊന്ന് പറഞ്ഞു തരുമോ? പ്രെഡിക്റ്റ് ചെയ്ത് തരുമോ? എക്ക് എന്തായിരിക്കും വരിക? 90 ആയിരിക്കും വരിക. കാരണം എന്താ? സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനാണ് പ്രയോറിറ്റി വരിക. ഓക്കെ, അപ്പൊ പിന്നെ പുറത്ത് പോയി നോക്കില്ല. അപ്പൊ എ 90 ആയിരിക്കും. അപ്പൊ ബി എത്രയായിരിക്കും? 7 ആയിരിക്കും. സ്വന്തമായിട്ടില്ല, അപ്പൊ തൊട്ട് മുകളിലേക്കാ നോക്കുള്ളൂ, അതിന്റെ മുകളിലേക്ക് നോക്കില്ല, തൊട്ട് മുകളിലേക്ക് നോക്കും. ഓക്കെ, അപ്പൊ 7 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് സ്കോപ്പ് ചെയിനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ, അത് മനസ്സിലായോ? ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് സ്കോപ്പ് ചെയിനിങ് എന്നുള്ള ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുന്ന് തൊട്ട് തന്നെയാ തുടങ്ങിയ. അത് ഈ പ്രോഗ്രാമാണ് ഞാൻ എഴുതി, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാ ചെയ്തത്. സ്കോപ്പ് ചെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫംഗ്ഷനകത്തൊക്കെ നമ്മളിങ്ങനെ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ സ്കോപ്പ് എടുക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സ്കോപ്പ്. നമ്മളിങ്ങനെയൊക്കെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. ഇനി ഒരു ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷനൊക്കെ എടുക്കും. അപ്പൊ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ടുള്ള വേരിയബിൾസിനായിരിക്കും എന്ന് പറഞ്ഞെന്ന് മാത്രം. ആദ്യം ഡിക്ലെയർ ചെയ്തതല്ല, നമ്മുടെ സ്വന്തം. ഓക്കെ, നമ്മുടെ ഈ ഫംഗ്ഷന്റെ അകത്തുള്ള ഇപ്പൊ ഈ എ ആണെങ്കിലും ഈ ഫംഗ്ഷനകത്തുള്ള എ പ്രിന്റ് ആവുള്ളൂ, തൊട്ട് മുന്നിലുള്ള ഫംഗ്ഷനിലെ എനെ എടുക്കില്ല പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോ. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതെടുക്കും, കാരണം ആ ഫംഗ്ഷനകത്താണ് അത് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ അതെടുക്കും. ഓക്കെ, കണ്ടോ? ഇതിപ്പോ നമ്മൾ ഇന്നർ ഫംഗ്ഷനകത്ത് കൊടുത്തതുകൊണ്ട് ഇന്നർ ഫംഗ്ഷൻ ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ, പ്രയോറിറ്റി ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ മാത്രമാണ്. ഇപ്പൊ നമ്മള് അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലല്ലേ നമ്മൾ അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ പോവുള്ളൂ. അതുപോലെ
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹോയിസ്റ്റ് അല്ലേ എടുത്തത്? ഹോയിസ്റ്റും അബ്സ്ട്രാക്ഷനും ആണ് തോന്നുന്നത് എടുത്തല്ലേ? Yeah. അതിന് മുന്നത്തെ ക്ലാസ്സിൽ എൻക്യാപ്സുലേഷനും പോളിമോർഫിസം. ഓക്കെ, വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിജ. ഞാനത് നോക്കട്ടെ. എന്നിട്ട് ഇപ്പൊ ആർക്കും കിട്ടിയില്ലേ? ഇല്ല, ഞാൻ പുതിയതിനകത്ത് ഇട്ടായിരുന്നോ? അത് ആർക്കും കിട്ടിയിട്ടില്ല. ഇന്നലത്തെ കിട്ടിയായിരുന്നോ? ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ സെയിം കൺസെപ്റ്റ് ഉള്ള വേറെ ഏതെങ്കിലും ക്ലാസ്സിൻ്റെ ആക്സസ് തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ആ വീഡിയോയുടെ എന്തെങ്കിലും ഇതാണോന്ന് അറിയില്ല. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഇന്നലെ എന്നെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തായിരുന്നു, വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാൾക്കായിരിക്കും കിട്ടാത്തതെന്ന് വിചാരിച്ച് ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. അത് യാഹു ആയതുകൊണ്ടല്ലേ? എന്നിട്ട് ജിമെയിൽ ഇടാൻ പറഞ്ഞില്ലേ? ഞാനത് കണ്ടായിരുന്നടാ. നോക്കട്ടെ, നോക്കാം. നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ക്ലോഷർ, ഈ ടോപ്പിക്കുള്ള ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പ്രത്യേകിച്ച് ലീവായവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്കും പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി ആ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. ഇല്ല, ഇത് ക്ലാസ് ഒന്നല്ലല്ലോ, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ, ഒരു ഫയല്. ആ ഫയലിൽ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് അയക്കുന്നതിനെക്കാട്ടി ഒരു ഡ്രൈവിനകത്തല്ല വീഡിയോ കൂടെ ഇട്ടിട്ട് നമുക്ക് ആക്സസ് ചെയ്യുന്നത്. ആണോ? അത് സംസാരിച്ച് നോക്കാം, ഞാൻ സജഷനായിട്ട് പറഞ്ഞേക്കാം. അത് കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഡ്രൈവിൽ തന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഞാൻ സജഷൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? മഞ്ജുവിനും ആദിത്യനും ലിജയ്ക്കൊക്കെ കിട്ടിയോ? രശ്മിക്കൊക്കെ? ഇനി ഞാൻ സ്കോപ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ വേറൊരു രീതിയിൽ ചെയ്തിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തു തരാം. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ തന്നെ ഡിക്ലെയർ ചെയ്യുക ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറെ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്യാം. രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു 10, ലെറ്റ് ഫംഗ്ഷൻ 1 കൺസോൾ ടോട്ടൽ ലോഗ്
എക്സ്. ഇപ്പം എക്സ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ, ജസ്റ്റ് ഞാൻ എക്സ് മാത്രം അവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ 2. ഓക്കെ, ഫംഗ്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷനകത്തും ഇതുപോലെ എക്സ് വൈ സെഡ് y ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് ഫംഗ്ഷൻ 1നെ കോൾ ചെയ്യാം. ഫംഗ്ഷൻ 1 ഇവിടെ ഞാൻ ഫംഗ്ഷൻ 1നെ കോൾ ചെയ്തു, ഇവിടെ ഞാൻ ഫംഗ്ഷൻ 2നെ കോൾ ചെയ്തു പുറത്ത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇപ്പം ഇതിൻ്റെ ഫ്ലോ, ജസ്റ്റ് ആ ഫ്ലോ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക? അല്ല, ഇതും ഞാൻ എക്സ് തന്നെയാണ് കൊടുക്കുന്നത്, വൈ കൊടുക്കുന്നില്ല, രണ്ടും സെയിം തന്നെ കൊടുക്കാം. അപ്പോഴാണ് ഇപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക? എന്തായിരിക്കും ഔട്ട്പുട്ട്? ജസ്റ്റ് നേരത്തെ ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെയാണ്, സെപ്പറേറ്റ് ചെയ്തു എന്ന് മാത്രം. ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ തന്നെയാണിത്, ജസ്റ്റ് അതിനെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കോൾ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, രേഷ്മ എന്താ പറയണ? എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? നോക്കിക്കോട്ടെ. 20 ആവും. 20. 5 പറയൂ. ഇതിന് ഫ്ലോ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക? 20 ആയി. ലിജയാണെങ്കിൽ ലിജയ്ക്ക് എന്താ പറയാ? ഉം. 20 ആണോ? ആദ്യത്തെ എത്രയായിരിക്കും ഔട്ട്പുട്ട് വരിക? 20 ആയിരിക്കും. അമൃതയ്ക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? 10 തന്നെയല്ലേ അമൃത പറഞ്ഞ? ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലോ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫ്ലോയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്നും നോക്കണ്ട, നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫയലിലെന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ 2നെ കോൾ ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ 2ൻ്റെ അകത്തേക്ക് കയറും. ഫംഗ്ഷൻ 2ൻ്റെ അടുത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ജസ്റ്റ് ലെറ്റ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഫംഗ്ഷൻ 1നെ കോൾ ചെയ്തേക്കാണ്. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് പോകും, ഫംഗ്ഷൻ 1നകത്തേക്ക് പോകും. ഫംഗ്ഷൻ 1ൽ ആദ്യം കൊടുത്തേക്കുന്നത് ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 എവിടെ ആദ്യം സെർച്ച് ചെയ്യുക? സ്വന്തമായിട്ട് ഉണ്ടോയെന്നല്ലേ നോക്കുക. സ്വന്തമായിട്ട് ഉണ്ടോയെന്ന് നോക്കും. സ്വന്തമായിട്ട് ഇല്ല, എക്സ് ഇല്ല. സ്വന്തമായിട്ടില്ലെങ്കിൽ പുറത്തേക്കല്ലേ പോകുള്ളൂ, ഉള്ളിലേക്ക് വരില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോയിൽ അങ്ങനെ തന്നെയല്ലേ വന്നത്. സ്വന്തമായിട്ടില്ലെങ്കിൽ ഗ്ലോബലി ഉണ്ടോ എന്ന് നോക്കും. ഗ്ലോബലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 10 ആയിരിക്കില്ലേ വരിക? അല്ലേ, താഴത്തേക്ക് വരില്ലല്ലോ ഒരിക്കലും. നമ്മൾ എക്സ് ഇവിടെ ഡിക്ലെയർ ചെയ്തു, എക്സ് ഇവിടെയാണ് പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തേക്കുന്നത് വെച്ചാൽ ഓക്കെ 20 ആയിരിക്കും വരിക. പക്ഷെ നമ്മൾ എക്സ് ഔട്ടർ ഫംഗ്ഷൻ ആണിത്. നമ്മുടെ നേരത്തെ ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെയാണ്, രണ്ടും രണ്ടാക്കിയിട്ട് കുറച്ച് ട്രിക്കി ആക്കിയിട്ട് ചെയ്തു. ചിലപ്പോൾ ഇന്റർവ്യൂസിന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റണം, രണ്ടും സെയിമാണ്. കാരണം നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനെ മൊത്തത്തിൽ ഡിക്ലെയർ ചെയ്തു. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ആ ഫംഗ്ഷനെ അങ്ങ് കോൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോഴും അതുപോലെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഇതാണ് മെയിൻ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ ആ വേറൊരു ഫംഗ്ഷനകത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, എക്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ്. അപ്പൊ നോക്കും സ്വന്തമായിട്ട് എക്സ് ഉണ്ടോന്ന്. സ്വന്തമായിട്ട് എക്സ് ഇല്ലെങ്കിൽ ഫംഗ്ഷന്റെ ആ ഫംഗ്ഷന്റെ തൊട്ട് മുകളിലേക്കുള്ള ഫംഗ്ഷന്റെ അകത്തേക്കാണ് വരിക. അപ്പൊ എന്താണ്, എക്സ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, എക്സ് എന്താണ് 10 ആയിരിക്കും. 10 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാം. നോക്കാം 10 തന്നെയാണോ 20 ആണോ. ഈ ഫംഗ്ഷൻ 2 അല്ലേ കോൾ ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷൻ 2 ആണ് കോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഗ്ലോബൽ വേരിയബിൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ അത് ഗ്ലോബൽ വേരിയബിളിനെയാണ് പിന്നെ എടുക്കുള്ളൂ. വീണ്ടും ഈ ഫംഗ്ഷനകത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ എക്സിനെ എടുക്കില്ല. ഇവിടുന്ന് കോൾ ചെയ്ത് ഇത് ഇങ്ങോട്ട് പോയി, കണ്ടോ, ഈ ഫംഗ്ഷനിലേക്ക് പോയി. ഈ ഫംഗ്ഷനിൽ ചെക്ക് ചെയ്യുന്നത് എക്സ് ആണ്. എക്സ് സ്വന്തമായിട്ടുണ്ടോ നോക്കും. സ്വന്തമായിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ഫംഗ്ഷനകത്ത് വന്ന് എടുക്കില്ല. ജസ്റ്റ് അതിന്റെ തൊട്ട് മുകളിലുള്ള, അതായത് ഗ്ലോബൽ വേരിയബിൾ ഏതാണോ അതിനെ ആയിരിക്കും എടുക്കുക.
മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഫംഗ്ഷൻ 2 കോൾ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ 1ന്റെ വാല്യൂ വരിക? ഫംഗ്ഷൻ 2നെ ഇവിടെ കോൾ ചെയ്തതാ. ഓക്കെ, ഇവിടെ കോൾ ചെയ്തേക്കുന്നത്. ഫംഗ്ഷൻ 2ടെ അകത്ത് നമ്മൾ 1നെ കോൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഓ ഓക്കെ, ശരി ശരി. പിന്നെ ഈ പ്രോഗ്രാമും കൂടെ സ്കോപ്പ് ഓഫ് ചെയിനിങ്ങിന് എക്സാമ്പിൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പറയണേ. കിട്ടി. ഓക്കെ, അടുത്ത ടോപ്പിക് എടുക്കാം. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, അടുത്തൊരു ടോപ്പിക് എടുക്കാനുള്ളത് ക്ലൗഷർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ക്ലൗഷർ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്ത് എന്താണ് നമ്മളൊരു ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റേനെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ഇല്ലാതെ ഉള്ളിലത്തെ ഇന്നർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ക്ലൗഷറിനൊരു അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് വേണ്ട, കുറേ ജസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിനെ അതിൻ്റെ ഉള്ളിലുള്ള വേറൊരു ബോക്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. ഇങ്ങനൊരു കൺസെപ്റ്റാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഫംഗ്ഷൻ അതിൻ്റെ വേരിയബിൾ ഔട്ടർ വേരിയബിളിനെ
ഇന്നർ ഫംഗ്ഷനും ഔട്ടർ ഫംഗ്ഷൻ്റെ കോഡിങ്ങിന് ശേഷം ഓർത്തിരിക്കുക എന്ന് പറയും. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫീച്ചറാണ് അത് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരാം. മൈ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്തു ഫങ്ഷൻ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു അതുപോലെ പറഞ്ഞുതരാം. ഫങ്ഷൻ സിമ്പിളാണ് ഇത്. ഇതിൻ്റെ ഒറിജിനൽ ഇതൊന്നുമല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഇത് ഡെഫിനിഷൻ എഴുതുന്നത്. ഫങ്ഷൻ ക്യാൻ യൂസ് variables. Function can use variables outside of it. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷനെ പുറത്തുള്ള വേരിയബിളിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിമെമ്പർ ചെയ്തിരിക്കുക. പിന്നെ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് കാണാം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് ഓർത്തിരിക്കാം. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനെ നമ്മൾ ബോക്സ് ആക്കി എടുക്കുകയാണ്. ഫംഗ്ഷൻ മൈ ബോക്സ്, ഇതാണ് എൻ്റെ ബോക്സ്. ഈ ബോക്സിനകത്ത് ഞാനൊരു പ്രൊഡക്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. മൈ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തും ആവാം, വേരിയബിൾ, എന്തെങ്കിലും വേരിയബിൾ ആയിരിക്കാം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫോണാണെന്ന് ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷന് വേറൊരു ഫംഗ്ഷൻ, ഈ പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി വേറൊരു ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യാണ്. ഫംഗ്ഷൻ ഗെറ്റ് പ്രൊഡക്റ്റ്, അതായത് ആ പ്രൊഡക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഇഷ്ടമുള്ള പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ നമുക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി അത് ഗെറ്റ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, console.logനകത്ത് ജസ്റ്റ് മൈ പ്രൊഡക്റ്റിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ മൈ ബോക്സ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, റിട്ടേൺ ചെയ്യുന്നത് ഈ ഗെറ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചു. അതായത് നമ്മൾ റിട്ടേണും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മൈ പ്രൊഡക്റ്റ് ഇങ്ങനെ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ഗെറ്റ് പ്രൊഡക്റ്റ്. ഗെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു, ഗെറ്റ് ചെയ്തു. സ്പെല്ലിങ് ഗെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. മൈ ബോക്സ്. ഓക്കെ, അപ്പോൾ മൈ ബോക്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഗെറ്റ് പ്രൊഡക്റ്റിന്റെ വാല്യൂ ആയിരിക്കും. ഗെറ്റ് പ്രൊഡക്റ്റ് എന്താണ് റിട്ടേൺ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യിക്കാൻ കൊടുത്തേക്കുക. റിട്ടേൺ ചെയ്തേക്കുന്ന പ്രിന്റ് ചെയ്യിപ്പിച്ചേക്കാം. ഗെറ്റ് പ്രൊഡക്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചേക്കുന്നത് ഫോൺ ആയിരിക്കും, അല്ലേ, ഫോണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക, ഫോൺ ആയിരിക്കും. ഇനി ഞാൻ ഇതിന്റെ ഔട്ടറിനെ എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാം. ഔട്ടറിനെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ്, അങ്ങനെയല്ല, നമ്മൾ ഔട്ടർ ഫംഗ്ഷൻ എങ്ങനെയാണ് നോർമലി കോൾ ചെയ്യുക, മൈ ബോക്സ് എന്ന് പറഞ്ഞിട്ടാ കോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കോൾ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ കോൾ ചെയ്യുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ ക്ലാസിന്റെ പേര് മൈ ബോക്സ്. ഓക്കെ,
കണ്ടോ, നമുക്ക് ഔട്ട്പുട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. കാരണം ഈ ഒരു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ ഒരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കോൾ ചെയ്തതിന് നമ്മൾ ഒബ്ജക്ട് ക്രിയേഷൻ പോലെ ലെറ്റ് ഇതിനൊരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബോക്സ് എന്ന് പറഞ്ഞു ഇട്ട് കൊടുത്തു. ലെറ്റ് ബോക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ലെറ്റ് ബോക്സ് ഈക്വൽ ടു മൈ ബോക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ മൈ ബോക്സിനെ വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ബോക്സ് ബോക്സ് എന്ന് പറഞ്ഞ് വിളിക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, ഓരോ പ്രാവശ്യം ബോക്സ് നമുക്ക് എത്ര പ്രാവശ്യം ആക്സസ് ചെയ്യണോ അത്രയും പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യും, ഈ ബോക്സിനെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെയാണ് ഔട്ടർ ഫംഗ്ഷനെ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേരിയബിളിനെ ഓർത്തിരിക്കണേ എന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. നമുക്കിതൊരു നമ്പർ വെച്ചും കൂടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി ഈ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ പറഞ്ഞു തരും ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഫംഗ്ഷൻ ഞാൻ പറയും ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾ തനിയെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്, ഇതിന്റെ ഡെഫിനേഷൻ എന്താണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇത് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഫയൽ ചെയ്തു. ഈ ബോക്സ് ഓഫ് എന്ന് പറയുന്ന ബോക്സ് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഒബ്ജക്റ്റ് പോലെ, അതായത് ഈ ഒരു ഫംഗ്ഷന് നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, റിട്ടേൺ ചെയ്തേക്കുന്നത് വേറൊരു ഫംഗ്ഷനാണ്. അപ്പൊ ആ ഫംഗ്ഷനകത്തേക്കാണ് ഇത് കോള് പോകുന്നത്. ഓക്കെ, മൈ പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ മൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, കൺസോൾ ഏൽപ്പിച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഒരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ ഒബ്ജക്ട് ക്രിയേഷൻ പോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ഫംഗ്ഷന്റെ ഒരു ഇതുപോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ബോക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും മൈ ബോക്സ് എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. എന്തുണ്ട്, മൈ പ്രൊഡക്റ്റ് എന്തുണ്ട്, ബോക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ആ വേരിയബിളിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ബോക്സിന് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ തന്നെ കോൾ ചെയ്യണം. ഇപ്പൊ നമുക്ക് എല്ലായിടത്തും ഫോണിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഞാനിതൊരു കൗണ്ടർ ഫംഗ്ഷനും കൂടെ എക്സാമ്പിൾ കാണിച്ചിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, കൗണ്ടർ ഫംഗ്ഷൻ നിങ്ങൾ തനിയെ ചെയ്യാം, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക, ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ബോക്സ് എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമ്മൾക്ക് അതിനെ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വേണം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബോക്സിൽ എന്താ ഉള്ളത്, ഒരു ഫംഗ്ഷൻ അല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ കോൾ ചെയ്യുന്നത്. എന്താണ് ഇത് ക്ലോഷർ. കുറച്ചൊരു മേലേക്ക് എടുക്കാമോ?
ഇതിലേക്ക് ഔട്ട്പുട്ട് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടും. എന്താണ് അല്ല ഫോൺ. ഫോണിൽ തന്നെ ആയിരിക്കും വരിക. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറയും. എല്ലാവരുടെയും കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞിട്ട് പറയണേ. മാം അതൊന്നും എടുക്കാവോ? ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. കാണാം. എന്താണ് കൺസോർട്ട് പി എന്താണ് റൺ ചെയ്തായിരുന്നു? എവിടെയായിരുന്നു റൺ ചെയ്ത ഫയല്? ന്യൂ നോഡ് എന്ന് പറഞ്ഞ ഫയലല്ലേ റൺ ചെയ്യിപ്പിച്ചേക്കുന്നത്? closure.js അല്ലേ കൊടുത്തേക്കുന്നത്? നോഡ് എവിടെ അൺഎക്സ്പെക്ടഡ് ടോക്കൺ വന്നേക്കുന്നത് നോക്കട്ടെ. എവിടെയാണോ? ഓക്കെ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ ഫംഗ്ഷൻ ആകുമ്പോൾ ഒരു ബ്രേസസ് ഇട്ട് കൊടുക്കില്ലടാ നമ്മള്, റൗണ്ട് ബ്രേസസ്. ഓക്കെ ഇത് കിട്ടിയോ? ഇനി നമ്മൾ ശരിക്കും ക്ലൗഷറിന്റെ യൂസ് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് മാത്രം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു വേറൊരു ഫംഗ്ഷൻ വേണം, കൗണ്ടർ ഫംഗ്ഷൻ. അതായത് കൗണ്ട് ചെയ്യണം എനിക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ മൈ പ്രൊഡക്റ്റിന് പകരം ഞാനൊരു നമ്പറാണ് കൊടുക്കുന്നത്. ഓക്കെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അല്ലെങ്കിൽ ടൈമറിനോ എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. ആ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് 100-നോ അല്ലെങ്കിൽ 1-നോ 0-നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 100 കൊടുത്തു. ഓക്കെ എന്നിട്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മൈ പ്രൊഡക്റ്റിന് പകരം ഈ കൗണ്ടിനെ പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ കൗണ്ടിനെ പ്രിന്റ് ചെയ്യിക്കാം. ഫംഗ്ഷൻ നെയിമും നിങ്ങൾക്ക് മാറ്റുന്നതാണ് നല്ലത്. ഫംഗ്ഷൻ നെയിമായിട്ട് കൗണ്ടറിനും ഇന്നർ കൗണ്ടറിനും പറഞ്ഞിട്ട് 2 ഫംഗ്ഷനെ വിളിക്കാം. ഓക്കെ കൗണ്ടർ ഫംഗ്ഷനും ഇന്നർ കൗണ്ടർ ഫംഗ്ഷനും അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഇന്നർ കൗണ്ടർ ഫംഗ്ഷനും വിളിക്കാം. എന്നിട്ട് ഈ കൗണ്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് ആരെന്നെ ആയിരിക്കണം? ഇന്നർ കൗണ്ടർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടൈമർ വേറൊരു വേരിയബിളിലേക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വേരിയബിളിനെ വിളിക്കാം. അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഇവിടെ 100 ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ഇത് എന്ത് ചെയ്യും, 101, പിന്നെ വിളിക്കുമ്പോൾ 102 ആയിരിക്കും, പിന്നീട് വിളിക്കുമ്പോൾ 103 ആയിരിക്കും. അതായത്
നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റയാണ് എന്ത് ചെയ്യാണ്, അത് ഫിനിഷ് ആക്കാം. ഫംഗ്ഷന്റെ കോള് കഴിഞ്ഞാലും അത് ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും 100 നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഏറ്റവും ലാസ്റ്റ് എവിടെയാണോ നിർത്തി വെച്ചത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ കിട്ടിയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമോ? എനിക്ക് ഒരു കൗണ്ടർ അതായത് ഒരു ടൈമർ പോലെയുള്ള ഒരു ഫംഗ്ഷൻ വേണം. ഓക്കെ, കൗണ്ട് ഒന്ന് വീതം ഓക്കെ, ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണേടാ. അതായത് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ഈ കൗണ്ട് ഓരോന്ന് വീതം ഇൻക്രിമെന്റ് ചെയ്ത് വേണം വരാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് എന്താണ്, ഓരോ കൗണ്ടിനെ ഓരോ പ്രാവശ്യം എന്ത് ചെയ്ത് കൊടുക്കാം, ++ അല്ലെങ്കിൽ കൗണ്ട് = കൗണ്ട് +1 ഇങ്ങനെ ഒരു ലൈനും കൂടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ?
ഗിരീഷ് ആടാ എനിക്ക് കിട്ടിയ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, 10 സ്റ്റാർട്ട് ചെയ്തു. 10, 20 ഞാൻ ആദ്യം +1 വെച്ച് കൊടുത്തു. 10 കൊടുത്തു. അത് 1 കൊടുത്തു. അത് കഴിഞ്ഞ് ഓക്കെ ഓക്കെ, കൺസോളേറ്റ് റിട്ടേൺ ആണ് ചെയ്തേക്കുന്നത്. നമ്മൾ കൺസോളേറ്റ് വെച്ചു. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഇതുപോലെ കിട്ടിയോ എല്ലാവർക്കും ഔട്ട്പുട്ട്? കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ട് പറയണേടാ ബാക്കിയുള്ളവരും കൂടെ. ഇതിപ്പോ നമ്മള് സ്റ്റാർട്ട് ഓവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എന്താണ് സ്റ്റാർട്ട് ഓവറും? അതായത് ഇപ്പൊ നമുക്കൊരു സെക്കൻഡ് കൗണ്ടർ വെക്കണമെന്ന് വെച്ചോ, അങ്ങനെയാകുമ്പോ എങ്ങനെയാ? അത് ഞാൻ പറയാം. ഇതെല്ലാരും കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അതാ പറയാനുള്ളത്. കിട്ടിയോ എല്ലാവർക്കും? അഞ്ജുവിനും ലിജയ്ക്ക്, ആദിത്യനും രശ്മിക്കും. രശ്മിക്ക് കിട്ടിയോ? അതെ ചെയ്യില്ല. ഇത് ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു ടാസ്ക് ആണ്. ഇപ്പൊ നേരത്തെ അമൃത ചോദിച്ച പോലെ എനിക്കിത് എന്ത് ചെയ്യണം, 100 മുതൽ 110 വരെ കൗണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ലൂപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഒരു ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഫോർ ലൂപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫോർ ലൂപ്പിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, എനിക്ക് 3 പ്രാവശ്യം ലൂപ്പ് ചെയ്താൽ മതിയെങ്കിൽ 3 എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ 10 പ്രാവശ്യം ആണെങ്കിൽ അത് 10 പ്രാവശ്യം വരെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ ആ രീതിയിലും കൂടെ ഒന്ന് ചെയ്തു നോക്കുമോ, എങ്ങനെയാ ലൂപ്പ് ചെയ്യാന്നുള്ളത്. 0 മുതൽ I ഏത് വരെ പോകണം എന്നുള്ളത്, ഇത്ര പ്രാവശ്യം I കോൾ ചെയ്യണം എന്നുള്ളത്. 10 വരെ ആണെങ്കിൽ 10 പ്രാവശ്യം വിളിക്കാം.
എന്നിട്ട് ഓരോ പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കൗണ്ടിനെ വിളിക്കുക. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വിളിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചെയ്ത് നോക്ക്. ബോക്സിനെ പുറത്ത് വിളിക്കാം. ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ബോക്സിന്. ബാക്കിയെല്ലാം കമന്റ് ചെയ്തു. കണ്ടോ, 0 മുതൽ കൊടുത്തതുകൊണ്ട് 0 to 9 വരെയുള്ളത് വന്നു. ഈക്വൽ ടു കൊടുത്തിട്ടില്ലല്ലോ, അവിടെ ഈക്വൽ ടു കൂടെ കൊടുത്താൽ 10 വരെ വരും. ഇത് ഈ കേസിൽ നമ്മൾ നോക്കിയാൽ കാണാം, നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന വാല്യൂ 100 ആണ്. 100 പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്മളത് കഴിഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത് ഫംഗ്ഷനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീണ്ടും ഇത് 100 തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇതെന്താണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടായിരുന്ന വാല്യൂവിനെ ഓർത്ത് നെക്സ്റ്റ് പ്രാവശ്യം വിളിക്കുമ്പോൾ അവിടുന്നാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. ഇത് ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ക്ലോഷർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, അതിന്റെ അതിന്റെ വേരിയബിൾസിനെ ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ വേറൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് രേഷ്മയുടെ ചെയ്ത് കഴിഞ്ഞാൽ പറയണേടാ. ഓക്കെ, ഇത്ര തന്നെയാണ് ഉള്ളത്. ക്ലൗഷർ എന്ന് പറയുന്നത് ഡാറ്റേനെ റിമെമ്പർ ചെയ്തിരിക്കുന്നു. ക്ലൗഷർ ഇങ്ങനെയും കൂടെ ചെയ്യാം, ഇങ്ങനെയും കൂടെ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടിയാൽ പറയണം. പറയണം. ഇല്ല, ജസ്റ്റ് ക്ലൗഷറിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞുതരാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങിക്കോ. ഇതിപ്പോ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയൊരു ടോപ്പിക്കാണ്, അല്ല ഒരു ഡെഫിനിഷനാണ്. ശരിക്കുള്ള അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് closure is when function, ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ, ഫംഗ്ഷൻ remembers and user. ഔട്ടർ സ്കോപ്പ് അല്ലെങ്കിൽ ഔട്ടർ ഫംഗ്ഷൻ. ഔട്ടർ ഫംഗ്ഷൻ ഈവൻ after outer function has finished executing. ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് സെന്റൻസ് ആക്കി എഴുതിക്കുന്നേ ഉള്ളൂ. ഓക്കെ,
ഇതത്രേ ഉള്ളൂ, ഇത് നോട്ട് ചെയ്തേക്ക്. ബാക്കിയുള്ളവരുടെ കഴിഞ്ഞോ? നോട്ട് ചെയ്താൽ ലീവ് ചെയ്തോ കേട്ടോ. വീഡിയോ അയച്ചിട്ടേക്കണേ. ഓക്കേടാ. ഇത് നമ്മുടെ ക്ലാസ്സിന്റെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ആ ടോപ്പിക്കിന്റെ വീഡിയോ ഷെയർ ചെയ്തേക്കാം. നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തേക്കാം. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഇട്ടേക്കാം. എനിക്ക് കിട്ടൂല കേട്ടോ, ഞാൻ ചെയ്യാം. വീഡിയോ കിട്ടിയിട്ടില്ലേ? അതല്ല അത് ഇപ്പോഴത്തെ സൊല്യൂഷൻ. ക്ലൗഷറിന്റെ ഔട്ട്പുട്ട് ഒന്ന് ഷെയർ ചെയ്യണം. സി ഔട്ട് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്നും പറഞ്ഞു വരുക. സി ഔട്ടിനെ കോൾ ചെയ്ത് നോക്കട്ടെ. കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. കൗണ്ട് ഓഫിനകത്ത് ലെറ്റ് ഫംഗ്ഷൻ ആഡ് ഡോഗ്. ഓക്കെ, ഇതിനകത്ത് ആഡ് ഡോഗിനെ അല്ല കൗണ്ടിനെ അല്ല റിട്ടേൺ ചെയ്യിക്കണ്ടേ. ആ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടില്ലേ, അതിനെ റിട്ടേൺ ചെയ്യിക്കണ്ട. അത് റിട്ടേൺ ചെയ്ത് ആ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യിക്കാം. റിട്ടേൺ കൗണ്ടിന് പകരം റിട്ടേൺ 8th ലൈൻ. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്തേ. ഓക്കെ, ഇനി ഇത് ഫോർ ലൂപ്പിൽ ഇട്ട് കൊടുക്കാം. ഈ സെയിം തന്നെ സി ഔട്ടിന് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അതപ്പോൾ എങ്ങനെയായിരിക്കും? ഫോറിൻ്റെ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ആദ്യത്തിന് അമൃതയ്ക്ക് രേഷ്മയ്ക്ക് കിട്ടിയോ? ഫുൾ കോളൻ അല്ലടാ, സെമി കോളൻ ആണ്. 10 കഴിഞ്ഞിട്ട് സെമി കോളൻ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ ലീവ് ചെയ്തേക്ക്. ഇന്നിപ്പോൾ ഇത്ര ടോപ്പിക് തന്നെ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് നമ്മൾ കൗണ്ടിനെ വിളിക്കാം, ആ ഫംഗ്ഷനെ വിളിക്കാം. ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. മറ്റേത് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ 10 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, 10 മുതൽ 90 വരെ ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് ക്ലൗഷർ. ശരി, എന്നാ രേഷ്മയ്ക്ക് കിട്ടിയില്ലടാ. ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ. ബൈ. എടാ ഡെഫിനിഷൻ കാണിച്ച ആ സ്ക്രീനിൽ ഡെഫിനിഷൻ ഇതാ. Closure is when a function remember and use variable from outer ആണ്. outer function even after the outer function has finished its execution. നമ്മളിപ്പോൾ ചെയ്ത സെയിം സാധനം തന്നെയാണ് ഡെഫിനിഷനായിട്ട് എഴുതിയിരിക്കുന്നത് മാത്രം. ഓക്കെ ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ എഴുതിക്കോളാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ.